പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ഒരു കുഞ്ഞൊരു സോളാർ ഇൻവെർട്ടറാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വീടുകളിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് തട്ടുകടകൾ അതുപോലുള്ള ചെറിയ കടകൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞൊരു സോളാർ ഇൻവെർട്ടറാണ്. അപ്പൊ നമ്മളിത് ചെയ്തിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ 200 വാട്ട്സിന്റെ AC/DC കൺവേർട്ടർ വാങ്ങിച്ചിട്ട് അതിന്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ ഒരു സോളാർ ചാർജ് കൺട്രോളർ കൂടി സെറ്റ് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം പ്രത്യേകം ഒരു ക്യാബിനോ കേസോ ഒന്നും നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടി വരില്ല. അപ്പം നമ്മളെ ഈ ഒരു കൺവേർട്ടറിന്റെ ഫ്രണ്ട് വശത്തായിട്ട് നമുക്ക് ഒരു 3 ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു. ബാറ്ററി റിവേഴ്സ് അങ്ങനെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫാൾട്ട് ഇൻഡിക്കേറ്റർ, എന്തെങ്കിലും ഓവർലോഡൊക്കെ വന്നു കഴിഞ്ഞാൽ വർക്കാവുന്ന രീതിയിൽ ഉള്ളൊരു ഫാൾട്ട് ഇൻഡിക്കേറ്റർ. പിന്നെ നമുക്ക് ഇൻവെർട്ടർ ഓൺ എന്നുള്ള ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമുക്ക് ഈ ഇൻവെർട്ടറിന്റെ ഈ ഒരു കൺവെർട്ടറിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്വിച്ചും കൂടി ഒരു ഓൺ ഓഫ് സ്വിച്ച് ആണിത്. അപ്പൊ ഞാൻ അതിനെ നമുക്ക് അതിന്റെ ഫ്രണ്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പ് ഭാഗത്തായിട്ട് ഈ ഒരു ഇൻഡിക്കേറ്ററും സ്വിച്ചും കൂടി ഫിക്സ് ചെയ്ത് ഇതൊരു DC ഔട്ട്പുട്ടും കൂടി ഓൺ ഓഫിന് വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷെ ഇതിപ്പോ DC ഔട്ട്പുട്ട് കൊടുത്തിട്ടില്ല, അഡീഷണൽ ആയിട്ട് ഒരു സ്വിച്ച് വെച്ചിട്ടുള്ളതേ ഉള്ളൂ. അപ്പൊ ഈ വലിയ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ചാർജ് കൺട്രോളർ നമ്മൾ ഫ്രണ്ട് ഭാഗത്തായിട്ട് കൊടുത്ത് നമുക്ക് ചാർജ് കൺട്രോളർ ഇപ്പോൾ 10 ആംപിയറിന്റെ ചാർജ് കൺട്രോളറാണ്. നമുക്ക് 2 മൊബൈൽ ഫോണൊക്കെ നമുക്ക് അത്യാവശ്യം ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ ലിഥിയം ബാറ്ററി കൊടുക്കാൻ പറ്റും, അല്ലാതെ നമുക്ക് ഇതുപോലുള്ള ലെഡ് ആസിഡ് ബാറ്ററിയും കൊടുക്കാൻ പറ്റും. ഇത് സോളാർ ബാറ്ററിയാണ്, 35 ആംപിയറിന്റെ സോളാർ ട്യൂബുലർ ബാറ്ററിയാണ്. അപ്പൊ ചാർജ് കൺട്രോളറിന്റെ ആ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിപ്പോ ചാർജ് കൺട്രോളറിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സോളാർ പാനൽ കൊടുക്കാൻ വേണ്ടി ഉണ്ട്. നെഗറ്റീവും പോസിറ്റീവും കാണാം. അതുപോലെ തന്നെ ഈ സെന്റർ ഭാഗത്തായിട്ട് ബാറ്ററി കൊടുക്കുന്നതിന്റെ നെഗറ്റീവും പോസിറ്റീവും കാണാം. ഇത് നമുക്ക് 12 വോൾട്ട് ലോഡ് കൊടുക്കുന്ന ഭാഗമാണ്. നമുക്ക് അവിടെ നെഗറ്റീവും പോസിറ്റീവും കാണാം. അപ്പൊ ഈ ഒരു 12 വോൾട്ടിന്റെ ലോഡ് കൊടുക്കുന്ന ഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു വയർ എടുത്ത് നമ്മൾ ഈ കൺവെർട്ടർ ബോർഡിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളെ ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് പോകുന്ന വയറാണ്. അതായത് നമുക്കിത് ഈ ഒരു വയറാണ് നമുക്ക് ബാറ്ററിയിലേക്ക് ഡയറക്റ്റ് പോകുന്ന ഒരു വയറാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സോളാർ പാനലിലേക്ക് കൊടുക്കുന്ന വയറാണ്. ഈ സോളാർ പാനലിൽ ഇത് ഡയറക്റ്റ് ആണ് ഈ ഒരു 2 കണക്ടറിലേക്കാണ് ആ ഒരു വയർ വന്നിരിക്കുന്നത്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒന്നുകൂടി ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് ഇതിന്റെ ഒരു ലോഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇതാണ് ഇതിന്റെ ഒരു ഉൾഭാഗം വരുന്നത്. നമുക്ക് ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3 ഇൻഡിക്കേറ്റർ ഇതിന്റെ ടോപ്പിലായിട്ട് സെറ്റ് ചെയ്ത് സ്വിച്ചും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വയറും അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ബോർഡ് അഴിക്കാതെ തന്നെ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മളെ 200 വാട്ട്സിന്റെ ഇൻവെർട്ടർ ബോർഡ്. AC/DC കൺവെർട്ടർ ആണ്. നമുക്ക് 12 വോൾട്ട് നമുക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 220 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു കൺവെർട്ടർ ബോർഡാണ്. അതുപോലെ തന്നെ ഇതിന്റെ പുറകുവശത്തായിട്ട് നമുക്ക് AC ഔട്ട്പുട്ട് എടുക്കാവുന്ന ഒരു സോക്കറ്റ് ഉണ്ട്. 220 വോൾട്ട് നമുക്ക് ഇതിൽ നിന്നും ഈ 2 പ്ലഗ് വഴി നമുക്ക് 220 വോൾട്ട് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇതിലിപ്പം വേറെ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇതിൽ സാധാരണ നമുക്ക് ഈ ഒരു ഭാഗത്താണ് LED ബൾബൊക്കെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ അവിടെ നിന്ന് അഴിച്ചെടുത്തിട്ട് നമുക്ക് വയർ സോൾഡർ ചെയ്തിട്ട് ആണ് നമ്മൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിലും 2 USB പോർട്ട് ഉണ്ട്. നമുക്ക് മൊബൈൽ ഫോണൊക്കെ അത്യാവശ്യം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള USB പോർട്ട് ഉണ്ട്. അപ്പൊ അത് നമ്മൾ എടുത്തിട്ടില്ല. കാര്യം നമുക്ക് ഈ ഒരു ചാർജ് കൺട്രോളറിൽ നമുക്ക് ഈ 2 പോർട്ട് ഉള്ളത് കൊണ്ട് നമ്മൾ ആ ഒരു പോർട്ട് നമുക്ക് ഒഴിവാക്കി. അപ്പൊ ഇതിൽ കൂടുതലായിട്ട് വേറെ ഒരു വയറിങ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ചാർജ് കൺട്രോളറിന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന 2 വയർ നമ്മൾ ഈ ഒരു കൺവെർട്ടറിന്റെ ബാറ്ററി ലൈനിലേക്ക് നമ്മൾ ഈ കൺവെർട്ടർ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവും പോസിറ്റീവും ബാറ്ററി ലൈനിലേക്ക് കൊടുക്കുന്ന വയർ കാണും. അതാണ് ഈ 2 വയർ. അപ്പൊ ആ നെഗറ്റീവും പോസിറ്റീവും വരുന്ന ആ 2 വയർ, ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന 2 വയർ നമ്മൾ ഈ ചാർജ് കൺട്രോളറിന്റെ നെഗറ്റീവും പോസിറ്റീവും കൊടുത്താൽ മതി. ബാക്കി ബാറ്ററിയുടെ വയർ ഡയറക്റ്റ് ആണ് ഈ വന്നിരിക്കുന്നത്. പിന്നെ പാനലിന്റെ വയറും ഈ ഒരു പ്ലഗിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം
ചാർജ് കൺട്രോളർ നമുക്ക് പുറത്തൊന്നും സെറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരു പോർട്ടബിൾ ആയിട്ട് നമുക്ക് പോർട്ടബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അഡീഷണൽ ആയിട്ട് ഒരു ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്ത് നമുക്കൊരു പോർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോളാർ വഴി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ചെറിയ തട്ടുകടകളിലേക്കൊക്കെ നമുക്ക് പകലൊക്കെ വെച്ച് നമുക്ക് സോളാർ വഴി ചാർജ് ചെയ്തിട്ട് രാത്രി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു തട്ടുകടയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തെടുത്തതാണ്. അപ്പൊ ഇതിന് ആകെ നമുക്ക് ഇതിൽ ചെറിയൊരു പൈസയാണ് ഇതിൽ വരുന്നത്. അപ്പം ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. കറക്റ്റ് കൃത്യമായിട്ടുള്ള ഒരു പ്രൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പൊ ഇനി ഇത് നമുക്ക് ഒന്ന് കൊടുത്തു നോക്കാം. നമുക്ക് ഇതിനെ ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമുക്ക് സോളാർ പാനലിലേക്ക് ഇത് നമ്മളെ ചാർജ് കൺട്രോളറിന്റെ ഡയറക്റ്റ് വയറാണ്. ചാർജ് ഈ കാണുന്ന നെഗറ്റീവും പോസിറ്റീവും ബാറ്ററിയിലേക്ക് വരുന്ന ചാർജ് കൺട്രോളറിന്റെ വയറാണ്. അപ്പൊ ആദ്യം നമ്മൾ ഈ വയർ തന്നെ കൊടുക്കണം. അപ്പൊ ഇത് പോസിറ്റീവും നമുക്ക് ഇത് നെഗറ്റീവ് ആണ്. അപ്പം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് അടയാളപ്പെടുത്തി നമുക്ക് എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്യാൻ പറ്റും. റെഡ് വയർ എടുത്താലും മതി. അപ്പൊ ഇത് DC വയറാണ്. കനം കുറവാണെങ്കിൽ DC വയറാണ്. അപ്പൊ ബാറ്ററി 35 ആംപിയറിന്റെ ബാറ്ററിയാണ്. അപ്പൊ നമ്മൾ പോസിറ്റീവിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നെഗറ്റീവിലേക്ക് കൊടുക്കുകയാണ്. ചാർജ് കൺട്രോളർ ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഈ ഇൻവെർട്ടർ നമുക്ക് ഇവിടെ ഓൺ ആക്കാം. നമുക്ക് ഈ ഒരു പവർ ബട്ടൺ, ഈ ഒരു ബട്ടൺ ഉണ്ട്. 12 വോൾട്ട് DC നമ്മൾ ഈ കൺവെർട്ടർ ബോർഡിലേക്ക് വന്നാൽ മാത്രമേ നമ്മൾ കൺവെർട്ടർ ബോർഡ് ഓൺ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്വിച്ചും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇതും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ 12.7 വോൾട്ട് നമുക്കിവിടെ കാണാം. അപ്പൊ ഇതിപ്പം നമുക്ക് B1 ആണ് നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി വരേണ്ടത്. അപ്പൊ ഇത് ലിഥിയം ബാറ്ററിയിലാണ് നമുക്ക് ഇപ്പം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ B1 നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഏകദേശം നമുക്ക് 14 വോൾട്ടൊക്കെ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ഫുള്ളായിട്ട് കാണിക്കുള്ളൂ. ഇതിപ്പോ 12.7 വോൾട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പം നമുക്ക് 10.5 വോൾട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്തിട്ട് നമ്മളെ കൺവെർട്ടർ ഓഫ് ആക്കും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. ഫുള്ള് നമ്മളെ ബാറ്ററിയിൽ നിന്നും എടുത്ത് നമ്മളെ ബാറ്ററിയെ ഡിസ്ചാർജ് ചെയ്യൂല. 10.5 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ബാറ്ററി ഡിസ്ചാർജിങ് ഓഫ് ചെയ്യിക്കും. ഈ ചാർജ് കൺട്രോളർ തന്നെ അതെല്ലാം ചെയ്യും. അപ്പൊ ഇനി നമുക്ക് ഇൻവെർട്ടർ ഒന്ന് ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് സോളാർ പാനൽ ഒന്ന് കൊടുക്കാം. അപ്പൊ 100 വാട്ട്സിന്റെ സോളാർ പാനലാണ് ഞാൻ ഇതിലിപ്പോ കൊടുക്കാൻ പോകുന്നത്. പരമാവധി നമുക്കൊരു 50 വാട്ട്സിന്റെ സോളാർ പാനലെങ്കിലും നമ്മൾ കൊടുക്കണം. അപ്പൊ ഇതിന്റെ വോൾട്ടേജ് ഒന്ന് കാണിക്കണേ. അപ്പൊ ഇതിന്റെ വോൾട്ടേജ് ഒന്ന് കാണിക്കാം. സോളാർ പാനൽ പുറത്ത് ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാം. അപ്പൊ ഇതിന്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് 20.6 വോൾട്ട് ഉണ്ട്. 20.6 വോൾട്ട് ഉണ്ട് സോളാർ പാനലിന്. അപ്പൊ സോളാർ പാനൽ കൊടുക്കേണ്ടത് നമ്മളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പൊ ഇത് കണക്ടറൊക്കെ ഇട്ട് അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്തെ കണക്ടറൊക്കെ ഇട്ട് അടിച്ച് സെറ്റ് ചെയ്യും. അപ്പൊ ഇത് നെഗറ്റീവും പോസിറ്റീവും കറക്റ്റ് കൊടുക്കണം. ആദ്യം ബാറ്ററിയിലെ വയർ കൊടുത്തിട്ട് വേണം നമുക്ക് സോളാർ പാനൽ കൊടുക്കാൻ. സോളാർ പാനൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സോളാർ പാനലിൽ നിന്നും നമുക്ക് ബാറ്ററി ചാർജ് ആവുന്നുണ്ട്. ഇവിടെ കാണാം. ഇപ്പൊ സോളാർ പാനലിന്റെ ആ ഒരു സിമ്പല് വന്നിട്ടുണ്ട്. ചാർജിങ് സിമ്പലും വന്നിട്ടുണ്ട്. നമുക്ക് ചാർജ് ആവുന്നതായിട്ടും കാണാം. നേരത്തെ 12.7 ഉള്ളായിരുന്നു. അപ്പൊ ഇപ്പൊ 13 വോൾട്ട് ആയിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള സിസ്റ്റങ്ങൾ, ഇതുപോലുള്ള ചെറിയ ഇൻവെർട്ടറുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പരമാവധി ഒരു 35 ആംപിയർ ബാറ്ററി, ഒരു 50 വാട്ട്സിന് മുകളിലുള്ള പാനൽ, 50 വാട്ട്സ് 60 വാട്ട്സ് പാനലായി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 200 വാട്ട്സിൽ നമുക്ക് ഏകദേശം ഒരു 10 വാട്ട്സിന്റെ ഒരു 10, 12, 15 ബൾബ് വരെ നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം TV നമുക്ക് ഉപയോഗിക്കാം. LED TV അത്യാവശ്യം നമുക്ക് ഇതിൽ LED TV ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വൈഫൈ മോഡം ഉപയോഗിക്കാം. അപ്പം ഇതുപോലെ ഒരു 10-12 ബൾബ്, 10 വാട്ട്സിന്റെ 10-12 ബൾബൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. 10-12 വാട്ട്സിന്റെ ബൾബൊക്കെ നമുക്ക് നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ബൾബ് ട്യൂബൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ പരമാവധി ഒരു 100 വാട്ട്സിന് മുകളിൽ, 200 വാട്ട്സ് ആണ് പറയുന്നതെങ്കിലും ഒരു 100 വാട്ട്സിന് മുകളിലൊക്കെ നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും.
അപ്പൊ നമ്മൾ സോളാർ പാനൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇരിക്കുന്നത്. 100 വാട്ട്സിന്റെ മൈക്രോടെക്കിന്റെ സോളാർ പാനലാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ ഇവിടെ വെയിൽ കുറവാണ്, അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ബാറ്ററി ചാർജ് ആകുന്നുള്ളൂ. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ലോഡ് ചെയ്ത് കാണിക്കാം. അപ്പൊ 220 വോൾട്ട് ഔട്ട്പുട്ട് നമുക്കിത് ഈ ഒരു ഭാഗത്തു നിന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളെ ഇൻവെർട്ടർ ഓൺ ആയിട്ടുണ്ട്. അപ്പം ടോപ്പിലാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഓണാക്കി ഇൻഡിക്കേറ്റർ ഒക്കെ വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് കാണാം റെഡ് LED ഓൺ ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ബൾബ് ഇവിടെ കൊടുത്തു നോക്കാം. ഒരു ബൾബ് നമ്മളിവിടെ ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇവിടെ ഒരു നമ്മളിവിടെ സ്വിച്ച് ഓഫ് ആയി കഴിഞ്ഞാൽ ലൈറ്റും ഓഫ് ആവും. അപ്പം ഇതിപ്പോ ഒരു 12 വാട്ട്സിന്റെ ബൾബാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്കൊരു 36 വാട്ട്സിന്റെ ബൾബ് നമുക്ക് കൊടുത്തു നോക്കാം. 36 വാട്ട്സിന്റെ ബൾബാണ്. നല്ല പ്രകാശമുണ്ട്. നമ്മളെ കറണ്ടിൽ കൊടുക്കുന്ന അതേപോലെ തന്നെ നല്ല പ്രകാശമുണ്ട്. ഇത് 36 വാട്ട്സിന്റെയാണ്, അത് 12 വാട്ട്സിന്റെയാണ്. അപ്പൊ ഇതിൽ ട്യൂബ് ബൾബൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 150 വാട്ട്സ് ഒക്കെ നമുക്ക് സുഖമായിട്ട് ലോഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ 12.2 വോൾട്ട് ആയിട്ടുണ്ട്. കാര്യം വെയിൽ നമ്മളെ പാനലിരിക്കുന്ന സ്ഥലത്ത് പ്രകാശം കുറവാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു 12.1 വോൾട്ട് ആയിട്ടുണ്ട്. 100 വാട്ട്സിന്റെ സോളാർ പാനലാണ് ഞാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കുഞ്ഞൊരു സോളാർ ഇൻവെർട്ടർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.